അദ്ദേഹം ഭയങ്കരമായിട്ട് ക്ലാരിറ്റി ഉള്ള ഒരു ആളാണ്. പെട്ടെന്ന് കിട്ടുമ്പോൾ നമുക്കൊരു തലക്കടി കിട്ടിയ പോലെയായിരുന്നു. നമ്മൾ അതുവരെയുള്ള സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സജഷനായിരുന്നു. അത് മമ്മൂക്ക ആയതുകൊണ്ട് പിന്നെ അതിനേതെങ്കിലും രീതിയിൽ ഗ്ലോറിഫിക്കേഷനോ പിന്നെ അല്ലെങ്കിൽ അതിനേതെങ്കിലും രീതിയിൽ വിട്ടുവീഴ്ചയോ അങ്ങനെയൊന്നും നമ്മുടെ എഴുത്തിൽ വന്നിട്ടില്ല. ഇതിൽ ഇങ്ങനെ ഒരു ഫിക്ഷണൽ സാധ്യത ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ സിനിമ ജനിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഗൂസ് ബംസുകൾ തന്ന മൊമെന്റ്സുകളിലൊന്നായിരുന്നു അത്. സെറ്റ് മൊത്തം കൈയടിക്കായിരുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ. ഒന്ന് ബേസ് മെറ്റീരിയലോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന് വേണം എന്ന് ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ മാജിക്കലും ബുജി എന്നാണ് പറയുന്നത്. കുറിപ്പ് ഏതാണ്ട് റിലീസൊക്കെ ചെയ്ത സമയത്ത് തന്നെ ഇത് ഒരു ഏകദേശം സംഭവിക്കും എന്നുള്ള രീതിയിൽ ഓണായിട്ടുണ്ടായിരുന്നു. ജിതിൻ കെ ജോസ് ആണ് ഇന്ന് കൂടെ ഉള്ളത്. വെൽക്കം ജിതിൻ ചേട്ടാ. താങ്ക് യു. സോ കളങ്കാവിൽ ഇപ്പം ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്ന് വന്നിരിക്കുകയാണ്. 50 കോടി ക്ലബിലേക്കൊക്കെ കയറിയിരിക്കുകയാണ്. ഫസ്റ്റ് ഡയറക്ടോറിയൽ തന്നെ നമുക്കറിയാം ഇത്രയും വലിയൊരു സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യുന്നു. മമ്മൂക്ക, വിനായകൻ ഇവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ആൻഡ് ഇതുപോലത്തെ ഒരു ഡാർക്ക് സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നു. ആൻഡ് അത് 50 കോടി ക്ലബിലും കൂടെ എത്തുമ്പം ഇപ്പോഴത്തെ ഒരു സന്തോഷം എങ്ങനെയായിരിക്കും വേർഡ്സിലൂടെ പറയാൻ പറ്റുക? ഭയങ്കരമായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പിന്നെ ഈ സിനിമയുടെ ഒരു സ്വഭാവവും ഇതും ഇതിനെ പറ്റിയ ഒരു ഹൈപ്പും ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ക്രൈം ത്രില്ലർ സ്വഭാവത്തിലുള്ള ഒരു സിനിമയാണ്. അതിൻ്റേതായ ഒരു പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നോൺ ലീനിയർ നരേറ്റീവ് പരിപാടികളും കുറച്ച് അണ്ടർ പ്ലേ ഉള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു മേജർ ഓഡിയൻസിലോട്ട് കണക്ട് ആകുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടുമെന്നോ. അപ്പോൾ നമ്മൾ തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ഫാമിലി ആൾക്കാരും പിന്നെ പ്രായമുള്ള ഒരുപാട് പേരും ഒക്കെ കാണാൻ വരികയും അവർ അന്ന് പിന്നെ പടം ഇഷ്ടപ്പെട്ടെന്ന് അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സംഗതികളല്ല. പ്രതീക്ഷിച്ച കുറേ സംഗതികൾ ഉണ്ട്. അത് നമ്മൾ പിന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതാണ്. അതിനപ്പുറത്തോട്ട് ഇത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. അത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഓക്കെ. ഇപ്പം മമ്മൂക്ക നമുക്കറിയാം ഇത്രയും വലിയൊരു സ്റ്റാറാണ്. ഇപ്പം ഒരുപാട് സിനിമകളും കെണ്ണിയാൻ തീരാത്തത്ര സിനിമകളും മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനൊപ്പം ഫസ്റ്റ് സിനിമ സംവിധാനം ചെയ്യുമ്പം ആ ഒരു സ്റ്റാറിൽ നിന്നും ഒരു സംവിധായകൻ എന്ന നിലയിൽ എന്തൊക്കെയായിരിക്കും പഠിക്കാനായിട്ടൊക്കെ സാധിച്ചിട്ടുള്ളത്? പിന്നെ പഠിക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ക്ലാരിറ്റി ഉള്ള ഒരു ആളാണ്. പിന്നെ ഓരോ സീനിലും ഓരോ ഷോട്ടിലും എന്താണ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ പിന്നെ അത് വളരെ എളുപ്പമാണ് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ. പിന്നെ അദ്ദേഹം ത്രൂ ഔട്ട് അദ്ദേഹത്തിന് ഉണ്ട ഒരു സംഗതി ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മൈന്യൂട്ട് സീനിലും അല്ലെങ്കിൽ ഷോർട്സിലാണെങ്കിൽ പോലും എങ്ങനെ അതിന് അദ്ദേഹത്തിൻ്റെതായ ഇപ്പോൾ ഒരു ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന സംഗതികൾക്ക് അപ്പുറത്തോട്ട് നമ്മളെ എങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ പുതിയ ഔട്ട്പുട്ട്സ് ഇടാമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ത്രൂ ഔട്ട് നടത്തുന്ന ഒരാളാണ്. തോട്ട് പ്രോസസ്സ് നടത്തുകയും അതിൽ ക്രിയേറ്റീവായിട്ടുള്ള സംഗതികൾ കണ്ടെത്തുകയും അത് എക്സ്പ്രസ് അദ്ദേഹത്തെ പോലെ അത് എക്സ്പ്രസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളൊരു കുറവാണ്. അത് എക്സ്പ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പെക്യുലറിറ്റി ആയിട്ട് തോന്നുന്നു. ഇതിലാദ്യം മമ്മൂക്ക തന്നെ ശരിക്കും വിനായകൻ അവതരിപ്പിച്ച കഥാപാത്രത്തിലേക്കായിരുന്നു കഥ പറയാൻ ചെന്നത് എന്ന് കേട്ടു. അവിടുന്ന് നേരെ ഇപ്പുറത്ത് വില്ലൻ എന്ന ക്യാരക്ടറിലേക്ക് പോർട്രേ ചെയ്തപ്പം എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടി വന്നിരുന്നോ? പിന്നെ അത് അങ്ങനെ ഒരു പിന്നെ ഇതിൻ്റെ ഒരു ട്രാവലിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സജഷൻ അദ്ദേഹം പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് കിട്ടുമ്പോൾ നമുക്കൊരു തലക്കടി കിട്ടിയ പോലെയായിരുന്നു. നമ്മൾ അതുവരെയുള്ള സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സജഷനായിരുന്നു. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ തന്നെ അതിനകത്തൊരു ഭയങ്കര ഒരു കിക്ക് തോന്നി. അതാണ് ഇതിൻ്റെ ഒരു പരിപാടി. കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഈ ഒരു കഥാപാത്രം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് പിന്നെ അതിന് വേറൊരു ഡയമെൻഷൻ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് വരും. അപ്പം അത് മനസ്സിൽ കണ്ട് നമ്മൾ ചെറുതായിട്ട് ചെറിയ ഈ മാനറിസംസിലാണെങ്കിലും ഡയലോഗ്സിലോ ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭീകരമായ സ്ട്രക്ചറിനെ ബാധിക്കുന്ന മാറ്റങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം പിന്നെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഇമേജിനെ കോൺഷ്യസ് ആയിട്ട് എന്തെങ്കിലും അഫക്റ്റ് ചെയ്യുന്ന ഒരു തോട്ടോ ഇതോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നോ നമ്മുടെ ഭാഗത്തുനിന്നോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ആ ഒരു മൊമെന്റ് അല്ലേ മമ്മൂക്ക ഈ ഒരു കഥാപാത്രം ചെയ്യാമെന്ന് പറയുന്നു. ഇപ്പം മലയാളി പ്രേക്ഷകരും അല്ലെങ്കിൽ ഇപ്പം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണെങ്കിലും മമ്മൂക്ക ഇത്രയും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യും എന്നുള്ളത് നമ്മളാരും ചിന്തിക്കുന്നില്ല എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളത്. ഇപ്പം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഒക്കെ വന്നപ്പോഴും ഇതിലൊരു നെഗറ്റീവ് ഷെയ്ഡ് ആണ് എന്നറിയായിരുന്നു. പുകയാണ് ചെറിയ ചെറിയ ക്ലൂസ് ഒക്കെ കിട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ ലൈക്ക് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ജിതിൻ ചേട്ടൻ്റെ സിനിമയാണ്, റൈറ്റർ ഡയറക്ടർ. അപ്പോൾ ആ ഒരു സൈഡിൽ നോക്കുമ്പം ഈ ഒരു ക്യാരക്ടർ ചേട്ടൻ ഡെവലപ്പ് ചെയ്തെടുത്ത് ഈ ഒരു ക്യാരക്ടർ മമ്മൂക്ക ചെയ്യുന്നു എന്നറിഞ്ഞ ആ ഒരു മൊമെന്റിൽ കിട്ടിയൊരു ഹൈ എങ്ങനെയായിരുന്നു? അത് പിന്നെ നമ്മൾ ഒരു ആലോചനയിലാണ് നമുക്ക് അതിൻ്റെ ഒരു സാധ്യതയും അതിൻ്റെ ഹൈയും ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടിയത്. അപ്പം നമുക്ക് വേറൊരു കൈൻഡ് ഓഫ് ലോകത്തിലോട്ട് നമുക്ക് കയറാൻ പറ്റുന്നു എന്നുള്ള ഒരു ഫീലാണ്. കാരണം അദ്ദേഹമാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ നമുക്കറിയാം എന്തുമാത്രം കേപ്പബിലിറ്റി ഉള്ളൊരു നടനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നടനെ ആ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അനന്തമായിട്ടുള്ള സാധ്യതകൾ അവിടെ ഓപ്പൺ ആകുന്നു എന്നൊരു തോന്നൽ തന്നെ വന്നു. ആ ഹൈ ഈ നിമിഷം വരെ ആ ഹൈ നമ്മുടെ അത് ശരിയായിരുന്നു എന്നുള്ള റിയലൈസേഷനാണ് ഈ നിമിഷം വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നത്. അത്
ത്രൂ ഔട്ട് ഫിലിം മേക്കിംഗ് പ്രോസസ്സ് തന്നെ നമുക്ക് അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. വളരെ മൈന്യൂട്ടായിട്ടുള്ള പരിപാടികളിൽ പോലും അതിൻ്റെ സൂക്ഷ്മ അംശങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിനുള്ള സ്പേസ് ഈ കഥാപാത്രത്തിനുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ ഇമേജ് കോൺഷ്യസ് ഒന്നും അല്ലാതെ തന്നെ നിന്നുകൊണ്ട് അത് തിരഞ്ഞെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസിഷനും അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഈ ഒരു കഥാപാത്രം ഇപ്പം നമുക്കറിയാം ഈ മെഗാസ്റ്റാർ മമ്മൂട്ടി ചെയ്യുന്നു, പക്ഷെ ആ കഥാപാത്രത്തിനെ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യാനും സാധിക്കില്ല, ഒരുപാട് ഗ്ലോറിഫൈ ചെയ്തിപ്പോൾ. പക്ഷെ മമ്മൂക്ക് അത് ചെയ്തതുകൊണ്ട് തന്നെ ആദ്യ സീൻ മുതലേ തിയേറ്ററിൽ കയ്യടി ഉണ്ടായിരുന്നു. പക്ഷെ അവസാനമായപ്പം ക്ലൈമാക്സിൽ തിരിച്ച് ഉൾട്ടായപ്പോഴത്തേക്കിനും അവിടെയും കയ്യടി ഉണ്ടായിരുന്നു. ആ വില്ലനായി തന്നെ കാണാനും പ്രേക്ഷകർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മമ്മൂക്കി കഥാപാത്രം ചെയ്യുന്നു എന്ന് വിചാരിച്ച് ഗ്ലോറിഫൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ മമ്മൂക്കി ആയതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയും വേണം. അതെങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അപ്പോൾ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും? അത് മമ്മൂക്ക ആയതുകൊണ്ട് പിന്നെ അതിനേതെങ്കിലും രീതിയിൽ ഗ്ലോറിഫിക്കേഷനോ പിന്നെ അല്ലെങ്കിൽ അതിനേതെങ്കിലും രീതിയിൽ വിട്ടുവീഴ്ച അങ്ങനെയൊന്നും നമ്മുടെ എഴുത്തിൽ വന്നിട്ടില്ല. നമ്മളിങ്ങനെ തന്നെയാണ് കൺസീവ് ചെയ്യുന്നത്. ചില ആൾക്കാർ ചില വായനകളിൽ അങ്ങനെ ഉണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മുടെ മൈൻഡിലുണ്ടായിരുന്ന സിനിമ തന്നെ അതിനകത്ത് അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് പോകുന്ന അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതെങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ഇത് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് പേര് ഇത് കാണുമല്ലോ നമ്മുടെ ടീമിനകത്തുള്ള. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അവസാനമൊക്കെ ആകുമ്പോൾ പോലും നമുക്ക് മമ്മൂക്കയുടെ കൂടെ തന്നെ നിൽക്കാനുള്ള ഒരു ത്വരയാണ് ഉള്ളത് എന്ന് തോന്നുന്നു. കാരണം നമ്മൾ എല്ലാവരും നമ്മൾ പഴയ കാലഘട്ടം തൊട്ട് നമ്മുടെ ഓർമ്മകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന സംഗതി ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റാണ് കോൺഷ്യസ്ലി നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അത് തിയേറ്ററിൽ ടാക്കിൾ ആകുമോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് തിയേറ്ററിൽ പോയി ആൾക്കാരോടൊപ്പം ഫസ്റ്റ് ഷോ കൊണ്ടിരിക്കുന്ന മൊമെൻറ്റിലാണ് അത് ബ്രേക്കായെന്നും ആൾക്കാർ ആ കഥാപാത്രമായി തന്നെ ഉൾക്കൊണ്ട് ആ ഇമോഷൻ അവരിലോട്ട് എത്തി എന്നും നമുക്ക് മനസ്സിലായത്. ഇതിപ്പം പിന്നെ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചത്. ആ മൊമെൻറ്റിൽ കൈയടിച്ചപ്പോൾ തന്നെ നമുക്ക് ബോധ്യമുണ്ടായി അത് ശരിക്കും ആൾക്കാർ മാറി എന്നുള്ളത്. കാരണം തുടക്കത്തിൽ ഇത് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിനൊപ്പമാണ് ആൾക്കാർ നിന്നത്. പക്ഷെ അവസാനം അത് നേരെ ഉൾട്ടായി. അത് നമ്മൾ ചെയ്ത സിനിമയുടെ വിജയമാണെന്ന് വിശ്വസിക്കുന്നു. അത് എടുത്തു വെച്ചിരിക്കുന്ന രീതിയുടെ ഒരു ഇതുണ്ട്. ഓക്കെ, ഇതിൽ കാലഘട്ടം വേറൊരു പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ കാലഘട്ടം ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. സോ അതെങ്ങനെയായിരുന്നു ആ കാലഘട്ടം? അതിൽ ബസ് ആണെങ്കിലും ഫോണിൻ്റെ ആണെങ്കിലും ലൊക്കേഷൻസ് ആണെങ്കിലും ഈവൻ ബസ് സ്റ്റാൻഡ് പോലെയുള്ള സ്ഥലങ്ങളും ഒക്കെ അത് മേക്ക് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം ഉണ്ടാക്കിയെടുത്തത്? അത് നമ്മുടെ ഡയറക്ടർ ഷായി ചേട്ടനുണ്ട്. ഷായി ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ഷൻ ടീമിലുള്ള ആൾക്കാരും ഷായി ചേട്ടൻ്റെ ടീമും ഉണ്ട്. ഒരു മൊത്തം കോർഡിനേഷനിൽ കൃത്യമായിട്ട് ഓരോ ഫ്രെയിമിലും വരുന്ന സംഗതികളെ പറ്റി കൃത്യമായ ഡീറ്റെയിലിങ്ങും അതിൽ ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു ടീം വർക്കിൻ്റെ ഒരു ഇതാണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള റിസർച്ച് നടത്തുകയും പ്രത്യേകിച്ച് വണ്ടികളും അങ്ങനെയുള്ള കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പിന്നെ ലൊക്കേഷൻസിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ചില സംഗതി തിരഞ്ഞെടുപ്പുകളിൽ ഒരു ഇടപെടൽ ആ രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയതെന്ന് തോന്നുന്നു. ഈ കാലഘട്ടം ഇതായതുകൊണ്ട് തന്നെ ഈ ലൊക്കേഷൻസ് ഒരുപാട് കാണിക്കാതിരിക്കാനുള്ള ഒരു ലിമിറ്റേഷനും ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പടം എക്സ്റ്റീരിയർ പോർഷൻ കൂടുതൽ ഷൂട്ട് ചെയ്തത് തമിഴ്നാട്ടിലെ പിന്നെ നാഗർകോവിൽ, കന്യാകുമാരി, മുക്കം ഇങ്ങനെയുള്ള മാർത്താണ്ഡം ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലായിരുന്നു. ആ സ്ഥലത്ത് ഇതുപോലെ കാലഘട്ടത്തിന് വലിയ രീതിയിൽ ബാധിക്കാത്ത രീതിയിലുള്ള കുറേ സ്പേസുകൾ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ടത് ഭയങ്കരമായ പ്രശ്നം ആയില്ല, അല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ പടത്തിൽ പിന്നെ ഒരു ട്രാക്ക് പിന്നെ 2005 കാലഘട്ടം മുതൽ അങ്ങോട്ട് പോകുന്നു. മറ്റൊരു ട്രാക്ക് 2012 കാലഘട്ടം മുതലാണ്. ഇത് പിന്നെയാണ് ഇത് രണ്ടും മെർജ് ആവുന്നത്. അപ്പോൾ അത്രയും ഒരുപാട് പഴക്കം അല്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു സൗകര്യവും ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാം ഇതിലെ കഥ ഇൻസ്പയർഡ് ഫ്രം ഒരു ട്രൂ ഇവന്റിൽ നിന്നാണ്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആള് ചെയ്ത ക്രൈംസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ കഥ ഒരുക്കിയിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു കഥ ചെയ്യുമ്പോൾ തന്നെ ഇത് ഒരുമാതിരിപ്പെട്ട മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളുമാണ് സൈനഡ് മോഹൻ എന്ന് പറയുന്ന വ്യക്തിയെ മലയാളികൾക്ക് ഏകദേശം അറിയാം. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ മലയാളികൾ എപ്പോഴും മലയാളികൾ നല്ല എല്ലാ പ്രേക്ഷകരും പുതുമ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ കഥ അറിയാവുന്ന ഓഡിയൻസിലേക്ക് ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കൊടുക്കുമ്പം അവർക്കൊരു ഫ്രഷ്നെസ് കൊടുക്കണമല്ലോ. സോ ആ രീതിയിൽ ആ ഫ്രഷ്നെസ് കൊണ്ടുവരാനായിട്ടുള്ള എന്തെങ്കിലും ചാലഞ്ചസ് സ്ക്രിപ്റ്റിങ്ങിലും അതിൻ്റെ മേക്കിങ്ങിലും ഒക്കെ ഉണ്ടായിരുന്നു? ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഒരു പർട്ടിക്കുലർ പോർഷൻ വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ്ലി ഒരു ഫിക്ഷണൽ വേൾഡിലോട്ടാണ് സിനിമ കയറിയത്. ഇപ്പം ഈ സിനിമയെ പറ്റിയും ഈ കഥ ഈ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ പറ്റിയൊക്കെ അറിഞ്ഞതിനൊക്കെ അപ്പം
അറിഞ്ഞു കഴിഞ്ഞു. ആ മൊമെൻറ്റിനേക്കാൾ ഉപരി ഇതിൽ ഇങ്ങനെ ഒരു ഫിക്ഷണൽ സാധ്യത ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ സിനിമ ജനിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അന്നേരമാണ് ഈ സിനിമ ചെയ്യാൻ മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനം എടുക്കുന്നത്. കാരണം അന്നേരം മാത്രമാണ് ഇത് പൂർണ്ണമായി കഥ അറിഞ്ഞിട്ട് വരുന്ന ഒരാളെ പോലും ഏതെങ്കിലും രീതിയിൽ പുതിയൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ആംഗിൾ ഇതിലുണ്ടെന്ന് തിരിച്ചറിവുണ്ടായത്. അപ്പോൾ ആ ഒരു ഫിക്ഷൻ എലമെൻറ്റ് ആണ് ഇതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. അതുകൊണ്ട് തന്നെ ഈ കഥ അറിഞ്ഞിട്ട് വരുന്നവരെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത്രയും ആ രീതിയിൽ ഫിക്ഷൻ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓൾസോ ഇതിലെ നായികമാർ ഒരുപാട്, ഒരു 23ഓളം കൃത്യമായ കണക്ക് അങ്ങനെ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. ഇല്ല, ഏകദേശം അത്ര ഒരു നായികമാരാണ് ഇതിലുള്ളത്. അപ്പം ഇവരുടെ കാസ്റ്റിംഗ് അത്ര എളുപ്പമായിരിക്കില്ല. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു റിവ്യൂല് കണ്ടതാണ്, ഇതിൽ ഒരു നായിക പോലും ഒരു മോശം രീതിയിൽ ഇതിൽ പറഞ്ഞിട്ടേ ഇല്ല. അറ്റ്ലീസ്റ്റ് ഏതൊരു സിനിമയിലാണെങ്കിലും എന്തിലാണെങ്കിലും പറയും എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുന്നത്, ഇയാളുടെ കൂടെ എന്തിനാണ് പോകാൻ തോന്നിയത് എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും വരുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു കമന്റ് പോലും ഒരു നായികമാരുടെ പേരിൽ വന്നിട്ടില്ല. അത് ആ രീതിയിൽ പോർട്രേ ചെയ്തതാണോ നായികമാരെ? അതങ്ങനെ പിന്നെ പർപ്പസ്ഫുള്ളി അങ്ങനെ ആക്കണം എന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല, അത് ഓർഗാനിക്കലി അങ്ങനെ സംഭവിച്ചതാണ്. നമ്മൾ സോഴ്സ് മെറ്റീരിയലിലെ യഥാർത്ഥ സംഭവത്തിൽ നടന്ന ചില സംഗതികളുടെ, കാരണം പല ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മോഡസ് ഓപ്പറാൻഡിയിൽ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വിക്ടിംസിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു. അതിനൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പലപ്പോഴും ഒറ്റപ്പെട്ടു പോയ ജീവിതത്തിൽ നമുക്കറിയാം, സമൂഹത്തിൽ പ്രത്യേകിച്ച് കുറച്ച് കാലഘട്ടം മുന്നേ നോക്കുവാണെങ്കിൽ സ്ത്രീകൾ ഭയങ്കരമായിട്ട് അവരുടെ കൺട്രോളിൽ അല്ലാത്ത ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകാറുണ്ട്. സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടു. ഇപ്പം പിന്നെ അതിനകത്ത് സ്ത്രീധനമുണ്ട്, ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥയുണ്ട്, വിവാഹപ്രായമായിട്ടും വിവാഹം കഴിക്കാതെ വരുന്നൊരവസ്ഥയുണ്ട്. ഇതൊക്കെ അവർക്ക് മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ വീർപ്പുമുട്ടലിൻ്റെയും ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെയാണ് ഇയാൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് നമ്മുടെ സമൂഹം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു തരം ഒരു വൃത്തികെട്ട അവസ്ഥകളാണ്. അപ്പോൾ ഈ അവസ്ഥകളുടെ പ്രോഡക്റ്റുകളാണ് ഇതിനകത്ത് വിക്ടിംസ് ആയിട്ടുള്ള സ്ത്രീകളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പോർട്രേ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒരു സംഗതിയാണത്. അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റിയാണത്. അത് നമ്മൾ സ്ത്രീകളെ അങ്ങനെ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ചെയ്തതല്ല, അത് ആ റിയാലിറ്റി അങ്ങനെ ആയതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. ഓക്കെ, ഇതിൽ ഇതുപോലെ തന്നെ ഒരു മെയിൻ പ്രോപ്പർട്ടി അല്ലെ ഒരു എലിമെന്റ് തന്നെയാണ് സിഗരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എല്ലാവരുടെയും പൊതുവായിട്ടുള്ളൊരു സംശയമായിരിക്കും, ഇതിൽ നമുക്ക് ഒരുപാട് സിഗരറ്റ് വലിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നതിനൊപ്പം തന്നെ കുറച്ച് കഴിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്, ഉള്ളിലാക്കണില്ല സ്റ്റിൽ. അത് ശരിക്കും എന്ത് പ്രോപ്പർട്ടി ആയിരുന്നു അതിന് യൂസ് ചെയ്തത്? ഒറിജിനൽ സിഗരറ്റ് ആയിരുന്നു. കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്ത പോലും ഇല്ലായിരുന്നു, ഇത് ചൂസ് ചെയ്യുമെന്നുള്ളത്. അത് പിന്നെ മൊമെന്റിൽ അദ്ദേഹം കൈ നിട്ടൊരു പ്രവൃത്തിയാണ്. ഷോട്ട് പോകുന്ന മൊമെന്റിൽ ഇട്ടതാണ്. മീൻസ് ആ പ്രവൃത്തിയുടെ ഒരു ഈസിനെസ്സിന് വേണ്ടി ഞാനത് ലൂസ് ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞത്. പക്ഷേ അപ്പം പുള്ളി ഒരു പരിപാടി ഇടാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ചെയ്തതാണ്. അപ്പം അത് ഒറിജിനൽ സിഗരറ്റ് തന്നെയാണ് ഇട്ട് ചവച്ചത്. ഓ, അത് അപ്പം ആ മൊമെന്റിൽ എങ്ങനെയായിരുന്നു? അപ്പം മോണിറ്ററിൽ ഇത് കണ്ടോണ്ടിരുന്നപ്പോൾ നമുക്ക് അറിഞ്ഞൂടെ ഇത് എന്താണ് ചെയ്യാൻ പോകണമെന്ന്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ വിചാരിക്കും കൈ പിടിച്ചിരിക്കുന്നത്, അപ്പോൾ കൈ പിടിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് പെട്ടെന്ന് വായിലിട്ടിട്ട്, കാരണം അദ്ദേഹത്തിന് നമ്മൾ ഷോർട്ട് ഡിവിഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് ഡിവിഷൻ പ്രകാരം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൊണ്ടുപോയിട്ടാണ് അത് ഷോട്ട് കൊണ്ടുപോയി ലാൻഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ടാവണം, ആ മുഖത്ത് ആണ് ഈ പ്രവൃത്തിയുടെ ഒരു ഇൻറ്റൻസിറ്റി അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന ഭാവത്തിൽ കൺവേ ആവാൻ. അപ്പോൾ അതിനെ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ടൂൾ എന്നുള്ള രീതിയിലായിരിക്കണം അദ്ദേഹം അത് മനസ്സിൽ വന്നത്. അത് എന്തുകൊണ്ടോ അത് ഭയങ്കരമായിട്ട് ഇത് വന്നു. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയാണ് തന്നത്. അപ്പോൾ അത് പിന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഗൂസ് ബംസുകൾ തന്ന മൊമെന്റ്സുകളിലൊന്നായിരുന്നു. അത് സെറ്റ് മൊത്തം കൈയടിക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഒറ്റ ടേക്കിൽ തന്നെ തീർക്കാനും പറ്റിയില്ലേ? അല്ല, അതിന് റീടേക്ക് പോയി. അപ്പോൾ പിന്നെയും വീണ്ടും ചെയ്തു. അയ്യോ, അത് അദ്ദേഹത്തിന് ഇതുകൊണ്ടല്ല, വേറെ ടെക്നിക്കൽ റീസൺസ് കൊണ്ട് അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ടെക്നിക്കൽ എറർ വന്നതുകൊണ്ട് റീടേക്ക് പോയതാണ്. സിനിമയുടെ പാട്ടാണത്. അതുപോലെ തന്നെ റൗണ്ട് വിടുന്ന ഒരു പ്രോസസ്, അത് മമ്മൂക്കയുടെ ഒരു സജഷൻ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതെ, നമ്മുടെ ഈ സിഗരറ്റിന്റെ പുകച്ചുരുളുകളും സ്ക്രിപ്റ്റിൽ ഈ പറയുന്ന ഇപ്പം സ്ക്രിപ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നിടത്തെല്ലാം നമ്മൾ എഴുതി വെച്ചിരുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ആ ഒരു ഇന്റർവെല്ലിന്റെ സ്ഥാനത്ത് അതും സ്ക്രീൻ പ്ലേയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പം ഈ പിന്നെ പുകച്ചുരുളുകൾ പിന്നെ ഒരു ഈ കഥാപാത്രത്തിൻ്റെ ഒരു പാർട്ട് എക്സ്റ്റൻഷൻ പോലെയാണ് എഴുതപ്പെട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ 1-2 സിറ്റുവേഷൻസ് എടുത്തപ്പോഴാണ് അദ്ദേഹം ഇത് വിടാൻ തുടങ്ങിയത്.
അപ്പോൾ അത് ക്യാരക്ടറോട് ഭയങ്കരമായിട്ട് ബ്ലെൻഡായി തോന്നി. അതുകൊണ്ട് അത് ത്രൂ ഔട്ട് യൂസ് ചെയ്ത് പോകുമായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമ ഒരുപാട് ഇപ്പം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ഒരുപാട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം. ഒരുപാട് സംവിധായകരും സിനിമാ മേഖലയിലുള്ളവരും എല്ലാം ഇപ്പോൾ ഒരുപാട് കേൾക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത്. ഇപ്പോൾ മാർക്കോ സിനിമ ഇറങ്ങിയ ടൈമിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അത് ഒരുപാട് യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പലരും അങ്ങനെ വയലൻ്റ് ആവാനായിട്ട് ആ ഒരു ഇൻറ്റൻഷൻ വരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കിന് നമുക്ക് സിനിമാറ്റിക്കലി നോക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ്. പക്ഷെ അത് ഏതെങ്കിലും ബാഡ് രീതിയിൽ ആളുകളെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യൂത്തിനെയോ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന ഒരു തോന്നൽ എപ്പോഴേലും വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടില്ല. കാരണം നമ്മൾ ഒരു കുറ്റകൃത്യത്തെയാണ് കാണിക്കുന്നത്. ആ കുറ്റകൃത്യത്തിന് അതിൻ്റെ എല്ലാവിധ ഭീകരതയിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റിവിറ്റിയെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അത് അതിനങ്ങനെ നമ്മൾ കോൺഷ്യസ്ലി ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലൊന്നും കാണിച്ചിട്ടില്ലെന്നാണ് വിശ്വാസം. അങ്ങനെ ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. ഓക്കെ. ഇപ്പം കുറുപ്പിൻ്റെ സ്റ്റോറി ജിതിൻ ചേട്ടൻ്റെ ആയിരുന്നു. ഇതിലേക്ക് വരുമ്പം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഉണ്ട്. രണ്ടുപേരാണ് എഴുതിയിരിക്കുന്നത് സ്റ്റിൽ. അപ്പം ഇത് രണ്ടും നോക്കിയാലും സെയിം റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള കഥകളാണ്. കുറുപ്പിൻ്റെത് ആ ഒരു സ്റ്റോറി, ഇത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഇന്റൻഷനലി ഇങ്ങനെയുള്ള സ്റ്റോറികൾ പിക്ക് ചെയ്യുന്നതാണോ? അല്ല, അങ്ങനെയല്ല. പിന്നെ ക്രൈം റിലേറ്റഡ് സിനിമകളോട് താല്പര്യമുണ്ട്. അതിലുപരി അതിനകത്ത് എന്തോ ഒരു കൈൻഡ് ഓഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള സിനിമകൾ ആണ് ട്രൈ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് യാദൃശ്ചികമായിട്ട് സംഭവിച്ചു പോയതാണ്. അങ്ങനെ ഇന്റൻഷനലി പിക്ക് ചെയ്തതല്ല. ഇപ്പോൾ കുറുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, കുറുപ്പ് റിലീസ് ആവുന്നതിന് മുൻപ് അതിലൊരു കഥാപാത്രത്തിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഫാമിലി ഒരു ചെറിയൊരു കോൺട്രവേഴ്സി പോലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ആ സിനിമ കണ്ടതിന് ശേഷം അവരുടെ ആ സംശയങ്ങളൊക്കെ മാറി യഥാർത്ഥ സംഭവം ഇതായിരുന്നു എന്നറിഞ്ഞിട്ട് അവർ തന്നെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ചർച്ചയായിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റൈറ്റർ എന്നുള്ള രീതിയിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെയും അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ആ വ്യക്തിയെ അയാൾ ചെയ്തിട്ടുള്ള പ്രവർത്തികളും ഇപ്പം മോശം കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടുണ്ട് എന്നല്ല, ഈ ഒരു സംഭവത്തിൽ ആ ഫാമിലി പറഞ്ഞിരുന്ന ഒരു സാധനം സുകുമാരക്കുറുപ്പിന്റെ ഭാഗത്തു നിന്നും ഇയാൾ മരിച്ചു എന്നായിരുന്നു. പക്ഷെ സിനിമ ഇറങ്ങിയപ്പോഴാണല്ലോ സത്യാവസ്ഥ പുറത്തു വന്നത്. അതിൻ്റെ കാര്യങ്ങൾ ശരിക്കും എങ്ങനെയായിരുന്നു? അതിൻ്റെ റിസർച്ചും അതിൻ്റെ എഴുത്ത് രീതികളും അതിൽ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ, കാരണം റിയലി എക്സിസ്റ്റ് ചെയ്ത ഒരു കഥാപാത്രമാണല്ലോ, അപ്പം അതിൻ്റെ റിസർച്ച് എങ്ങനെയായിരുന്നു പോയിരുന്നത്? അതിൻ്റെ റിസർച്ച് പോയെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ആദ്യമായിട്ട് ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അന്ന് കിട്ടിയത് അന്നൊരു TV ചാനലിൽ നിന്നായിരുന്നു. ശ്രീനാഥേട്ടനുമായിട്ടുള്ള സംസാരത്തിൽ നിന്നാണ് അതൊന്ന് സിനിമയുടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്താം എന്നൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പ്രൈമറി സോഴ്സ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടെന്ന പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം ചെയ്ത ആളെ തപ്പിപ്പിടിച്ചെടുത്ത് അതിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറെ പോയി കണ്ടിട്ടാണ് ആദ്യം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തത്. അന്നേരം അദ്ദേഹം നൽകിയ കോൺടാക്ട്സ് വെച്ചിട്ട് ആ കേസ് പ്രധാനമായിട്ടും അന്വേഷിച്ച ഹരിദാസ് എന്ന് പറഞ്ഞ പഴയ SP ഉണ്ട് കൊല്ലത്തെ, അദ്ദേഹം ഇപ്പോൾ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കണ്ടിട്ടാണ് മെയിനായിട്ടുള്ള ഇൻഫർമേഷൻ കൂടുതലും കളക്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഒരുപാട് ബുക്സിലും അവിടെ ഇവിടെയൊക്കെ പ്രസിദ്ധീകരിച്ച് വന്ന മാറ്റേഴ്സ് അദ്ദേഹം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തു. പിന്നെ അതായിരുന്നു ഏറ്റവും വലിയ സോഴ്സ് മെറ്റീരിയൽ. പിന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്തു. പിന്നെ ഈ സംഭവം നടന്ന സ്ഥലത്തും പോയി അവിടുത്തെ കുറേ ആൾക്കാരുമൊക്കെ ആയിട്ട് സംസാരിച്ചും അങ്ങനെയും കുറേ ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. പിന്നെ ഈ പറയുന്ന മീഡിയയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു അന്ന് മെയിനായിട്ട് റിസർച്ചിനായിട്ട് ഉപയോഗിച്ച സാധനങ്ങൾ. പിന്നെ ബാക്കി കുറേ കാര്യങ്ങൾ സബ്ജക്റ്റീവാണ്, കുറേ ഡയറക്ടേഴ്സ് പെർസ്പെക്റ്റീവിലാണ് കുറേ സംഗതികൾ പോകുന്നത്. പിന്നെ ഇത് പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഫിക്ഷണൽ എലമെൻറ്റ്സ് അതിനകത്തും ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ കളങ്കാവലിലേക്ക് വരുമ്പം ഈ സൈനൈഡ് മോഹനെ മലയാളികൾക്ക് കൂടുതൽ പറയുന്ന ബാബു രാമചന്ദ്രന്റെ ആ ഒരു ഷോയിൽ നിന്നാണ്. അവിടെ നിന്നായിരുന്നു ഇതിന്റെ ഒരു അല്ല അത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ കംപ്ലീറ്റ് ആയതാണ്. നമ്മളല്ലാതെ നെറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ചില ഡോക്യുമെന്റ്സും ന്യൂസ് മെറ്റീരിയൽസ് അതിൽ നിന്നൊക്കെയാണ് കളക്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണോ, അതായത് അദ്ദേഹത്തിലൂടെ ബാബു രാമചന്ദ്രനിലൂടെ മലയാളിക്ക് ഇത് അറിയാവുന്നതുകൊണ്ടാണോ ട്രെയിലറിൽ അദ്ദേഹത്തിന്റെ ഒരു സാധനം പ്ലേസ് ചെയ്തത്? അതുകൊണ്ടല്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വേറെ രീതിയിൽ സിനിമയിൽ അദ്ദേഹത്തിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാലോ എന്നൊരു തോട്ട് ഇടയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് വർക്കൗട്ട് ആവൂലെന്ന് തോന്നി സ്ക്രീൻ പ്ലേയിൽ, അങ്ങനെ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ട്രെയിലർ എങ്ങനെ കട്ട് ചെയ്യണം, ഇതിനകത്ത് ഇതിൻ്റെ ഒരു ജോണറിൻ്റെ പ്രത്യേകത കാരണവും മമ്മൂക്കയുടെ കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷത കാരണം അധികം റിവീൽ ചെയ്യുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു. അപ്പം ഈ അധികം റിവീൽ ചെയ്യാതെ തന്നെ എന്നാൽ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനം വീഡിയോ ഔട്ട് എന്തായാലും ചെയ്തേ പറ്റൂ, എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ഇങ്ങനെ ഒരു തോട്ടുണ്ടാകുന്നതും അത് പ്രൊസീഡ് ചെയ്തതും ഒക്കെ.
വിനായകനിലേക്ക് വരുമ്പോൾ വിനായകനെ പറ്റി ഇതുവരെ സംസാരിച്ചില്ല. ഇതിൽ ഇവന്റിന് തന്നെ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് വി നായകൻ, മലയാളത്തിൽ വിനായകൻ മാത്രമേ ഉള്ളൂ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനായകനാണ് ശരിക്കും ഇതിലെ നായകൻ. അപ്പോൾ വിനായകനിലേക്ക് ഈ ഒരു പോലീസ് കഥാപാത്രം എത്തിയ രീതി എങ്ങനെയായിരുന്നു? അത് പല ഓപ്ഷനെ പറ്റി ചർച്ചകളും ഡിസ്കഷൻസും ഒക്കെ പോയി. അപ്പോൾ നമുക്ക് ഒരു കറക്റ്റ് ഒരു സാധനത്തിൽ ലാൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ പോയ സമയത്ത് മമ്മൂക്ക തന്നെയാണ് ഇങ്ങനൊരു സജഷൻ പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. കാരണം അദ്ദേഹം മുൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രേറ്റ് ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് തുടർച്ച ഡെലിവർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ അത് ചെയ്യുമ്പോൾ അതിലൊരു വേറൊരു ഡയമെൻഷൻ വരും എന്നൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിലോട്ട് ലാൻഡ് ചെയ്യുന്നത്. റിയൽ സ്റ്റോറിയിൽ സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന വ്യക്തി ഒരു അധ്യാപകനാണ്. ഇതിലേക്ക് വരുമ്പം സ്റ്റാൻലി എന്ന കഥാപാത്രം ഒരു റെപ്യൂട്ടഡ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെ, അതായത് സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് ഈ ഒരു കഥാപാത്രത്തെ പോർട്രേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോർമലി ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് ട്രോമയോ അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് കാരണം അവർ ആ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി കാരണമായിരിക്കും, സ്റ്റെബിലിറ്റി ഇല്ലായ്മ കൊണ്ടായിരിക്കും മേ ബി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണിക്കുന്നില്ല, എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചത് ആ ഒരു മൊമെന്റ് മുതലുള്ളതാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പോർട്രേ ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അത് പിന്നെ ഒന്ന് ബേസ് മെറ്റീരിയലോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന് വേണം എന്ന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്രൈം അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അത് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാകണം, അതൊരു ബേസിക് നീഡായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇപ്പം പിന്നെ ലോകത്തെമ്പാടും ഉള്ള ഇങ്ങനെയുള്ള ക്രൈംസ് ചെയ്യുന്നവരുടെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ ഇവർ പലരും പിടിക്കപ്പെടാറില്ല. അതുകൊണ്ടാണ് ഇവർ ക്രൈം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം കോൺഷ്യസ്ലി ഓർ സബ് കോൺഷ്യസ്ലി അവർക്കൊരു ബ്രില്യൻസ് ഉണ്ട്. അതിൻ്റെ പുറത്താണ് അവരെപ്പോഴും ഇങ്ങനെ എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പിടിയും കൊടുക്കാത്ത രീതിയിൽ ബ്രില്യൻ്റ് ആയിട്ടായിരിക്കും അവർ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ഹയർ ഐക്യു അവർക്കുണ്ടായിരിക്കും. അത് ഒരു കൈൻഡ് ഓഫ് റിയാലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം അദ്ദേഹത്തിന് കിട്ടിയ ജോലിയും ഇതൊക്കെ. പിന്നെ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു സൈക്കാണ് ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഒരു രീതിയിൽ രണ്ടും പരസ്പര പൂരകങ്ങളാണ്, എന്നാൽ വേറെ രീതിയിൽ അനുപൂരകങ്ങളാണെന്നും പറയാം. മനഃപൂർവ്വം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിക്കാതെ തന്നെ ഇരുന്നതായിരുന്നോ? ആ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാതിരുന്നത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കാണിക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അത് നമ്മുടെ SP-യുടെ കഥാപാത്രം ഈ നായ്ക്കളുടെ ബ്രീഡിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിലിംഗ് പറയുന്നുണ്ട്. അതാണ് ഇതിനകത്ത് കാരണമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ കാരണം നമ്മൾ പറയുന്നുണ്ട്. അതിനപ്പുറം സാധാരണ ആൾക്കാർ പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ മുൻ സിനിമകളിൽ കാണുന്നത് പോയിട്ടുള്ള കാരണങ്ങൾ ഇതിനകത്തില്ല. ഇതിനകത്തൊരു കാരണമുണ്ട്, അത് പറയുന്നുമുണ്ട്. അത് ഈ പറയുന്ന പോലെ സ്ഥിരം കണ്ടുവരുന്ന കാരണങ്ങളിൽ പെടുന്നതല്ലാത്തതുകൊണ്ടാണ് കാരണം കാണിച്ചില്ല എന്നൊരു തോന്നലുണ്ടാകുന്നത്. ശരിക്കും കാരണം പറയുന്നുണ്ട് എന്നാണ്. പിന്നെ ഈ സിനിമയിൽ ഇപ്പം നമുക്കറിയാം, റിലീസിന് മുൻപേ അറിയായിരുന്നു മമ്മൂക്ക വില്ലൻ, വിനായകൻ നായകനാണ്. അപ്പോൾ ഇതിലെ ഒരു മെയിൻ സസ്പെൻസ് എലമെന്റ് എങ്ങനെ ഇതിലേക്ക് പിടിക്കപ്പെടുന്നു എന്നുള്ളതാണല്ലോ ഒരു സസ്പെൻസ് എലമെന്റ് ഇരിക്കുന്നത്. അപ്പം ഓൾറെഡി വില്ലനെ നമ്മുടെ ഫ്രണ്ടിലേക്കാണ് ഇട്ട് തന്നിട്ട് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് എത്തിക്കുന്ന രീതി എനിക്ക് തോന്നുന്നത് റൈറ്റിംഗ് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആയിരുന്നു. എങ്ങനെയായിരുന്നു അപ്പൊ ആ ഒരു രീതി എത്തിച്ചത്? ഇത് നോർമലി നമ്മൾ ആ ഇൻവെസ്റ്റിഗേഷന്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്, ആരാണ് വില്ലൻ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് നമുക്കുള്ളത്. ഇതിൽ ആ ഒരു വില്ലനെ നമ്മുടെ മുന്നിൽ ആദ്യം മുതലേ നായകനേക്കാളും കൂടുതൽ കാണുന്നത് ഒരു ചോയ്സ് പോലെയാണ്. ഇതിപ്പോൾ തുടങ്ങിയ സമയത്ത് ഇപ്പം എൻ്റെ കൂടെ ജിഷ്ണുണ്ട്. ജിഷ്ണുവിൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഇതുപോലെ വില്ലനില്ല, അവസാനം പിടിക്കപ്പെടുന്ന വില്ലൻ, അങ്ങനത്തെ ഒരു ട്രാക്കിൽ പോകണമെന്നായിരുന്നു. എനിക്ക് പക്ഷേ ഇങ്ങനത്തെ ട്രാക്കിൽ പോകണമെന്നായിരുന്നു. പിന്നെ അത് വേറൊന്നും കൊണ്ടല്ല, അതിനകത്ത് ഒരു പരിധിക്കപ്പുറം സിനിമാറ്റിക് ഒരു എക്സലൻസോ അല്ലെങ്കിൽ ഒരു പുതിയ അനുഭവം കൊടുക്കുന്നതിൽ പരിമിതി ഉണ്ടെന്ന് തോന്നിയായിരുന്നു. ഇതാകുമ്പം നമുക്ക് ഇത് കുറച്ചുകൂടെ ചലഞ്ചിങ് ആണ്, പക്ഷെ ഒരു ഓൺ ദ ഹോൾ ഒരു ബെറ്റർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടിയേക്കാം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. പിന്നെ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് തന്ന ചില എലമെൻറ്റ്സ് എല്ലാം ഈ ഒരു ട്രാക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു, ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമിനുമായിട്ട് കണക്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അങ്ങനെ ഒരു ഇത്. ആദ്യമായിട്ട് ഈ മമ്മൂക്കനെ ഡയറക്റ്റ് ചെയ്യുന്നല്ലോ, ആ സമയത്ത് എന്തെങ്കിലും ടെൻഷൻ അങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചാർട്ട് ചെയ്ത പ്രകാരം അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീനൊന്നും അല്ലായിരുന്നു, സിമ്പിൾ ആയിട്ടുള്ള 1-2 സീക്വൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ അഫക്റ്റ് ചെയ്തില്ല. പക്ഷെ 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് ഫ്ലോയിലോട്ടായി. പിന്നെ അങ്ങനെ വലിയ ടെൻഷനൊന്നും പിന്നെ ഉണ്ടായില്ല. ഒരു എക്സൈറ്റ്മെന്റിലാണ് പോയത്. ഈ മലയാള സിനിമയിൽ ഒരുപാട് ക്രൈം ത്രില്ലേഴ്സും ഈ സൈക്കോ ത്രില്ലേഴ്സും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അതിലിപ്പം ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ഞെട്ടിച്ചതോ ആയിട്ടുള്ളൊരു ക്രൈം ത്രില്ലർ സിനിമയോ കഥാപാത്രമോ ചോദിച്ചാൽ ഏതായിരിക്കും?
ഇരകളാണെന്ന് തോന്നുന്നു. ആ, ഇരകൾ. ഓക്കെ. അടുത്ത വർക്കൊക്കെ ഇപ്പം പ്ലാനിങ്ങിലുണ്ടോ ഇപ്പോൾ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇതിന് കുറച്ച് ഗ്യാപ്പ് ഇടയ്ക്ക് വന്ന അപ്പോൾ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഇതിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അതിലോട്ട് തിരിച്ച് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അതേതിലും ട്രൂ സ്റ്റോറി അല്ല കംപ്ലീറ്റ് ഒരു ഫിക്ഷൻ. അതെ. ഇപ്പൊ ഈ കളങ്കാവൽ എന്നുള്ള വേർഡിന്റെ മീനിങ് 2 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് ഏതിൽ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് ഈ ടൈറ്റിൽ ഇട്ടത്? 2 എണ്ണം എന്ന് പറയുമ്പോൾ ഈ രണ്ടും വരുമായിരുന്നു. എൻ്റെ കളത്തിന് ഞാൻ കാവൽ നിൽക്കുന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് വിനായകന്റെ കഥാപാത്രവുമായിട്ടും മമ്മൂക്കയുടെ കഥാപാത്രവുമായിട്ട് രണ്ടുപേരുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയും ഈ ടോട്ടൽ കഥയുമായിട്ടും ഇത് 2 രീതിയിലും കണക്റ്റഡ് ആണെന്നുള്ള ഇതിലാണ്. അതുപോലെ തന്നെ ഈ സിനിമയെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ മ്യൂസിക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രീ റിലീസ് ഇതിൻ്റെ മ്യൂസിക് പാട്ടുകളെല്ലാം ഇറങ്ങിയായിരുന്നു. 5 ട്രാക്കാണ് തോന്നുന്നുള്ളൂ. ആ ട്രാക്കുകളെല്ലാം ഇറങ്ങിയായിരുന്നു. അപ്പോൾ എല്ലാം നമുക്ക് കേൾക്കുമ്പോഴത്തേക്കിനും ഒരു റൊമാൻറ്റിക് ഫീലും തരുന്നുണ്ട്. ഒപ്പം ആദ്യം ഇറങ്ങി നിലാക്കായും എന്ന് പറയുന്ന പാട്ട് കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും വരുന്നത് എന്നുള്ളൊരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴും അതേ ആ ഒരു ഫീല് തന്നെ നമുക്ക് തരുന്നുണ്ട്. ആ ഒരു പാട്ട് ഈ ഒരാൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ഇതും തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മ്യൂസിക്കിൽ മുജീബ് അത്രയും നല്ല സ്കോറും പാട്ടുകളാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ജിതിൻ ചേട്ടൻ്റെയും ഇൻവോൾവ്മെന്റ് എത്രത്തോളമായിരുന്നു? എൻ്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ ആ പാട്ടിനെ പറ്റി കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻസ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പം അതിലാക്കാനും അത് പ്രൊവൈഡ് ചെയ്യുന്നൊരു മൂഡും ഒരു അറ്റ്മോസ്ഫിയറും ഉണ്ട്. ആ സാധനം കൃത്യമായിട്ട് അതിന് പ്രൊവൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ആ പാട്ട് ആവർത്തിച്ച് വരുന്ന മൊമെൻറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ അവസാനം അതൊരു പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, 2 സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ആൾക്കാരോട് അത് കറക്റ്റായിട്ട് പെനിട്രേറ്റ് ചെയ്യണം എന്നുള്ള ഇതുണ്ടായിരുന്നു. എന്നെങ്കിൽ ഈ ക്ലൈമാക്സും ബാക്കി പോർഷനും വർക്കാവത്തുള്ളൂ. പിന്നെ 2 ഈ പറയുന്ന മൂഡ് കിട്ടണം, പഴയ തമിഴ് പാട്ടായിരിക്കണം, ഇങ്ങനെയുള്ള കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇൻപുട്സ് കൊടുത്തത്. അത് പുള്ളി വിചാരിച്ചതിനേക്കാൾ അപ്പുറത്ത് ഒരു സാധനം ഡെലിവറി ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം പൊതുവെയുള്ള ഒരു ടോക്കാണല്ലോ, ഇളയരാജ കിട്ടിയില്ലെങ്കിൽ മുജീബ് ഉണ്ട് എന്നുള്ളതുണ്ടല്ലോ. നമ്മൾ തന്നെ മാജിക്കൽ മുജീബ് എന്നാണ് പറയുന്നത്. മാജിക്കൽ മുജീബ്. അത് ശരിക്കും ആ ഒരു ഫീൽ തന്നെയാണ് കേൾക്കുമ്പോഴത്തേക്കിന്. ഇതുവരെയും കേട്ടിട്ടില്ലാത്ത, ഇപ്പൊ നോർമലി നമ്മൾ കാണുന്നുണ്ടല്ലോ തമിഴിൽ അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജിൽ മലയാളം ആഡ് ചെയ്യുമ്പോഴത്തേക്കിന് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്ക് മലയാളം കേൾക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. പക്ഷെ ഇതിൽ വരുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ എല്ലാ ഓഡിയൻസിനും ഒരുപോലെ കേൾക്കാൻ പറ്റുന്ന ഒന്നുകൂടെയാണ്. അതെ. ഓക്കെ. എന്നാലും ഇപ്പം ഏതൊരു സംവിധായകൻ്റെയും ആഗ്രഹമാണ് മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെയും കൂടെ സിനിമ ചെയ്യുക എന്നുള്ളത്. അപ്പം ആദ്യ ഡയറക്ടറിൽ തന്നെ മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റി. അടുത്തതിന് മോഹൻലാലിൻ്റെ കൂടെ ഒരു സിനിമ ഉണ്ടാകുമോ? അതങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. ചെയ്യാൻ താല്പര്യം എന്ത് ജോണേഴ്സ് ആണ്? ഒരു ത്രില്ലേഴ്സും ആക്ഷനും പിന്നെ കുറച്ച് ഫാന്റസി, സയൻസ് ഫിക്ഷൻ, ഇതൊക്കെയാണ് കൂടുതൽ താല്പര്യം. ഞാൻ ഈ പ്രൊഫൈലെല്ലാം നോക്കിയ ടൈമിൽ ഈ കുറുപ്പ് മുതലാണ് സിനിമയുടെ ഒരു ജേണി കാണാൻ തുടങ്ങിയത്. അപ്പൊ ബിഫോർ ദാറ്റ് എന്തായിരുന്നു സിനിമയിലേക്ക്? മുമ്പും സിനിമയിൽ തന്നെ ആയിരുന്നു വർക്ക് ചെയ്ത, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും പിന്നെ മേക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കുറച്ച് ഡോക്യുമെന്ററീസ് അങ്ങനെയുള്ളതിലൊക്കെ ഈ സിനിമയായിട്ട് കണക്ട് ചെയ്ത് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തന്നെ ആയിരുന്നു അൾട്ടിമേറ്റ് എയിം? അതെ. എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള എൻട്രി? കുറുപ്പിന്റെ ശ്രീനാഥേട്ടനുമായിട്ട് പരിചയപ്പെട്ട, പക്ഷെ അത് പ്രോജക്റ്റ് ഒന്ന് ഓക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു സമയം എടുത്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് സിനിമകളിലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ. പിന്നെയും കുറുപ്പ് ഓണായി, ട്രാക്കിലായി. അത് കഴിഞ്ഞ് കുറുപ്പിൽ ഞാൻ വർക്ക് ചെയ്തായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. പിന്നെ കുറിപ്പ് ഏതാണ്ട് റിലീസൊക്കെ ചെയ്ത സമയത്ത് തന്നെ ഇത് ഒരു ഏകദേശം സംഭവിക്കും എന്നുള്ള രീതിയിൽ ഓണായിട്ടുണ്ടായിരുന്നു കളങ്കാവിൽ. പിന്നെ അതിന് 2 വർഷം സമയമെടുത്തു. ബട്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക് നടന്നത്. എന്നാലും ഒരുപാട് സന്തോഷം. കളങ്കാവിൽ ഇപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ 50 കോടി ക്ലബ്ബൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത 100 കോടിയിലേക്കൊക്കെ ഇങ്ങനെ എത്തട്ടെ. വരുന്ന പ്രോജക്റ്റുകളും ഒരുപാട് നല്ലതാവാൻ പ്രാർത്ഥിക്കാം. കൂടെ ഉണ്ടാവും. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.